സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ലഭിച്ചത് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ്. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ കാലാവസ്ഥാ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് ഇന്നലെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ശരാശരി 69.6 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇന്നലെയാണ് ഈ കാലവർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇതിനു മുൻപ് ജൂൺ 9-ാം തീയതിയായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടിയോളം മഴയാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ വളാംതോട്, കാപ്പിക്കളം, നിലവിൽപ്പുഴ, ടാറ്റാമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 234 മില്ലിമീറ്റർ മഴയാണ് വളാംകുളത്ത് മാത്രം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ സീസണെ അപേക്ഷിച്ച് ഇത്തവണ മഴ ഏറ്റവും കുറവാണ്. ഈ പ്രാവശ്യത്തെ കാലവർഷം ഏറ്റവും കുറവ് മഴയാണ് ഇപ്രാവശ്യം ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും ഇടുക്കി, വയനാട് ജില്ലകളിൽ താരതമ്യേന വലിയ രീതിയിൽ മഴ കുറവ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 37% കുറവ് മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. അതുപോലെ തന്നെ 41% കുറവ് മഴയാണ് വയനാട് ജില്ലയിൽ ലഭിച്ചത്. ഇനി മാഹിയിൽ നോക്കുകയാണെങ്കിൽ 697.8 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 615.8 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ മാഹിയിൽ ലഭിച്ചത്. കോട്ടയം, ഏകദേശം എല്ലാ ജില്ലകളിലും കണക്ക് ഇങ്ങനെ തന്നെയാണ്. കണ്ണൂർ 578.7 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചത്. ഇത് 697.8 മില്ലിമീറ്റർ മഴയായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും കുറവ് മഴയാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ തന്നെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട്. സംസ്ഥാന വ്യാപകമായി മഴയുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഓറഞ്ച്, റെഡ് അലർട്ടുകളൊക്കെ നിലനിന്നിരുന്നു. ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരം അലർട്ടുകൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്തെ നദികളിലെ ജലനിരപ്പ് ഉയരുകയാണ് എന്ന കണക്ക് കൂടിയാണ് വ്യക്തമാക്കുന്നത്. എല്ലാ ജില്ലകളിലും നദികളിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നദികളിൽ ജലനിരപ്പ് ഉയരുന്നത്. താരതമ്യേന കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തെ ചില നദികളിൽ മാത്രമാണ് ജലനിരപ്പ് ഉയരാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാ നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം മഴക്കെടുതിയിൽ ഇതുവരെ 48 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ വരെയുള്ള കണക്കുകളാണിത്. ഇന്നലെ വരെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 48 പേർ മരിച്ചു, 33 പേർക്ക് പരിക്കേറ്റു. ഇനി വീടുകളുടെ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ 109 വീടുകളാണ് പൂർണ്ണമായും ഇപ്രാവശ്യത്തെ മഴയിൽ തകർന്നത്. 1358 വീടുകൾ ഇത്തവണത്തെ മഴയിൽ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു മഴക്കെടുതി നോക്കുകയാണെങ്കിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കടൽ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ന്യൂനമർദ്ദപാത്ത് നിലനിൽക്കുന്നതിനാൽ അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2.9 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്.